ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പിസ്സ ബോംബിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബോംബ് എന്ന് പറയുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, ഞാനിതിലിട്ട ഒരു റെസിപ്പീൻ്റെ ഇതിൻ്റെ പേരാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആദ്യമായിട്ട് തന്നെ ഒരു 1/2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ആണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഗാർലിക് പൗഡർ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തത് പിസ്സ സീസണിങ് ആണ്. അതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ചിക്കന് ഫ്രൈ ചെയ്യാണ്. ഇത് ഒരു പീസ് മാത്രമേ ലെഗ് പീസുള്ളൂ, ബാക്കിയെല്ലാം ബോൺലെസ് പീസാണ് കേട്ടോ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ചിക്കന് ഫ്രൈ ചെയ്ത ശേഷം ഇതൊന്ന് പിച്ചിയെടുക്കണം. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്ന് മിക്സിയിലൊന്നും ഇടണ്ട, കൈവച്ച് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നുള്ളി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു മാവ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്, ഒരു ഡോ തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടി ഞാനൊരു 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഒരു മുട്ട ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയോടെ ചേർക്കുമ്പോൾ ഇത് ഒരു ഡോ നന്നായിട്ട് വരുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയോടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കുഴിയാക്കിയിട്ട് അതിലൊഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സായ ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഒരിക്കലും ചൂട് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ വെള്ളം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ആക്റ്റീവായി വരില്ല, അത് നശിച്ചു പോകും ചൂട് കൂടുമ്പോൾ. അപ്പോൾ ഒരു ആവശ്യമുള്ള അത് നമുക്കൊരു വിരൽ കുത്താൻ പാകത്തിലുള്ള ചൂട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ലെവലായി കുഴച്ചതിന് ശേഷം വീണ്ടും ഞാൻ ബട്ടർ ഒരു 10 ഗ്രാമോളം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് ഇതിൻ്റെ മേലിലേക്ക് ഒരു എണ്ണ തടവിയിട്ട് ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു അരമണിക്കൂറുണ്ടെങ്കിൽ എനിക്കിത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഫില്ലിംഗ് ആക്കി എടുക്കാനാണ്, ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത്. ഇതിനിപ്പോൾ ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് പിന്നെ 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് പിന്നെ കുറച്ച് ഒലീവ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബ്ലാക്ക്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു കപ്പ് നിറയെ മൊസറല്ല ചീസാട്ടോ, അതാണ് ചേർത്തത്. പിന്നെ ആൽപ്പീൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ 1-2 ബാലൻസ് ഉള്ളതുകൊണ്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ മയനീസ് ഉണ്ടല്ലോ, അതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു ഫില്ലിംഗ് ആക്കി മാറ്റിയിട്ട് വെക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മാവ് ഏകദേശം റെഡിയായി കാണും. ആ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട് ആ ഡോ. ഇപ്പം നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡിയായി ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു കുഴച്ച് വെച്ച ആ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ആദ്യം മൊത്തം എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒരേ അളവിൽ. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഒരേ അളവിൽ ലെവലാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുളകളാക്കി മാറ്റിയ ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അത് ഓവറായിട്ട് പരത്തണ്ട, ഒരു ഒത്ത തടിയും ഒരു എല്ലാ ഭാഗവും ഒരുപോലെയുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഒരു സൈഡ് തടി കൂടുതൽ ഒരു സൈഡ് തടി കുറഞ്ഞിട്ടും എടുക്കരുത്, ഒരു ലെവലായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ബോംബാട്ടോ ഇത്.
ഇതിന് ബോംബ് എൻ്റെ ഒരു പേര് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ഒരു നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് എങ്ങനെ ഇത് മടക്കുന്നത് മനസ്സിലായില്ലേ, രണ്ട് വശത്തുനിന്നും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ബാക്ക് ഭാഗം നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇളകിപ്പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യില്ല കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും ഒന്നിങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്താക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഈ ഒരു കാര്യം പൊട്ടാതെ നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 2 എണ്ണം ആക്കിയിട്ട് എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 മുട്ട എടുത്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ. അപ്പോൾ അടുത്തതായിട്ട് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയിലേക്കൊന്ന് ഈ ഒരു ബോംബ് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരുപാട് ഹീറ്റിൽ വെക്കരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യില്ല, പുറമേ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കറുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ചൂടൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളെ ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിസ്സ ബോംബ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇട്ട് കൊടുത്ത 4 ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണില്ലേ, നല്ല പൊങ്ങിയിട്ട് നല്ല ബോളായിട്ട് ബോംബ് പോലെ തന്നെ വന്ന കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം. പിന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, തണിഞ്ഞാലും സൂപ്പറാണ്. പിന്നെ ഈ ഒരു ബണ്ണ് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ അകവശം നോക്കിയിട്ട് ഈ ബണ്ണ് എത്രമാത്രം പിന്നെ അടിപൊളിയായിട്ട് വന്ന് കണ്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ളപ്പാട്ട് കണ്ടോ, ഭയങ്കര സോഫ്റ്റായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റായിരുന്നു. പിന്നെ ഇത് നമ്മൾ നന്നായി ഫില്ലിങ് വെച്ചത് ഒരു ബണ്ണാണ് കേട്ടോ. അതൊന്നും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് ഫില്ലിങ് കുറവായി പോയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ ഫില്ലിങ് വെച്ചൊരു ബണ്ണായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഒരു ലൈക്ക് തരാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.